HDFC മ്യൂച്വൽ ഫണ്ട് HDFC മൾട്ടി ക്യാപ് 50:25:25 എന്ന് പറയുന്ന ഒരു പുതിയ ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്യുന്നു. ഇത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സായ നിഫ്റ്റി 500 50:25:25 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിന് ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ടാണ്. ഓഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 20 വരെ ഈ NFO ഓപ്പണാണ്. ഇതൊരു ഇൻഡെക്സ് ഫണ്ടാണ്. നോർമലി ഇൻഡെക്സ് ഫണ്ടുകൾ ചെയ്യുന്നത് അതിന് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷെയറുകളിൽ അല്ലെ ലിസ്റ്റഡ് സെക്യൂരിറ്റികളിൽ ആ പറയുന്ന പ്രൊപ്പോർഷനേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഇൻഡെക്സിന് ഏകദേശം സമാനമായിട്ടുള്ള ഒരു റിട്ടേൺസ് നേടിക്കൊടുക്കുകയാണ് സാധാരണയായിട്ട് ഇൻഡെക്സ് ഫണ്ടുകൾ ചെയ്യുന്നത്. 500 മൾട്ടി ക്യാപ് 50:25:25 എന്ന് പറയുന്ന ഈ ഇൻഡെക്സ് ഫണ്ടും സമാനമായ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് ഫണ്ടുകൾ സാധാരണയായിട്ട് പാസീവ്ലി മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ്. ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ഒരു ആൽഫ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ആൽഫ എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ബെഞ്ച് മാർക്ക് ചെയ്ത ഇൻഡെക്സിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു റിട്ടേൺസ് ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ജനറേറ്റ് ചെയ്ത് നൽകാനായിട്ട് സാധിക്കുകയില്ല. ഇൻഡെക്സ് ഫണ്ടുകൾ സാധാരണയായിട്ട് നൽകുന്നത് അത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിനേക്കാളും താഴെയുള്ള ഒരു റിട്ടേൺ ആയിരിക്കും. സാധാരണയായിട്ട് ഇൻഡെക്സ് ഫണ്ടുകൾ മാനേജ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എക്സ്പെൻസസുകൾ, അതോടൊപ്പം തന്നെ ട്രാക്കിംഗ് എറർ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിന് സമാനമായിട്ടുള്ള ഒരു റിട്ടേൺസ് ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. HDFC നിഫ്റ്റി 500 മൾട്ടി ക്യാപ് 50:25:25 എന്ന പേരിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് ഫണ്ട് ബേസിക്കലി ഒരു മൾട്ടി ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ടാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒട്ടനവധി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളും മൾട്ടി ക്യാപ്പ് ഫണ്ടുകളും അവൈലബിൾ ആണ്. ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൾട്ടി ക്യാപ്പ് ഫണ്ടുകളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സെക്ടറുകളിൽ സാധാരണയായിട്ട് ലാർജ് ക്യാപ്പോ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്നിങ്ങനെ കാറ്റഗറിയിൽ വരുന്ന സെക്യൂരിറ്റികളിലാണ് ഇതേപോലെയുള്ള ഫണ്ടുകൾ നിക്ഷേപം നടത്തുന്നത്. ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ വളരെ ഫ്ലെക്സിബിളാണ്. അത് ഫണ്ട് മാനേജറുടെ ഐഡിയ അനുസരിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തണം, ഈ കാര്യങ്ങളൊക്കെ ഫണ്ട് മാനേജർ ഡിസൈഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഫണ്ട് മാനേജറിന് ഫ്ലെക്സിബിളായിട്ട് ആ ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ മൾട്ടി ക്യാപ്പ് ഫണ്ടുകളിൽ സാധാരണയായിട്ട് ഓരോ കാറ്റഗറിയിൽ, അതായത് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെക്ടറുകളിൽ നിക്ഷേപം നടത്തുന്നതിന് ഓരോ കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നതിന് ഒരു മാക്സിമം ഒരു പെർസെൻറ്റേജ് ഫിക്സ് ചെയ്തിരിക്കും. ഈ മൾട്ടി ക്യാപ്പ് ഫണ്ടിൻ്റെ കേസിലും ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ 50%, മിഡ് ക്യാപ്പും അതേപോലെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ 25% വീതവുമാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്ക് വെറും 100 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഈ മൾട്ടി ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിലേറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 100 രൂപയാണ്. അതിന് മേളിലേക്ക് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപം നടത്താം. ഇതൊരു ഓപ്പൺ എൻഡഡ് ഫണ്ടാണ്. ഈ ഫണ്ടിനെ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി 500 മൾട്ടി ക്യാപ് 50:25:25 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിനെ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു പാസീവ്ലി മാനേജ്ഡ് ഇൻഡെക്സ് ഫണ്ട് ആണെങ്കിൽ തന്നെയും ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി റിസ്ക്കുമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ ആണ്. ഇൻഡെക്സ് ഫണ്ടുകളിലെ എക്സ്പെൻസസ് റേഷ്യോ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഫണ്ട് മാനേജർക്ക് ഇൻഡെക്സിന് സമാനമായിട്ടുള്ള റിട്ടേൺസ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടില്ലെങ്കിലും പല സമയങ്ങളിലും ഇൻഡെക്സ് ഫണ്ടുകളുടെ പെർഫോമൻസ് മോശമായിട്ട് വരാം. ഇന്ന് ഇന്ത്യയിൽ ഒട്ടനവധി ഇൻഡെക്സ് ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മൾട്ടി ക്യാപ്പ് കാറ്റഗറിയിൽ പെടുന്ന ഇൻഡെക്സ് ഫണ്ടുകളും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളും നൂറുകണക്കിന് ഇൻഡെക്സ് ഫണ്ടുകൾ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ഏത് ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ചെയ്യുന്ന 45-ൽ കൂടുതൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ പുതിയ പുതിയ NFOകളുമായിട്ട് വിപണിയിലുണ്ട്. ഒരാഴ്ചയിൽ തന്നെ 2 മുതൽ 4 വരെയും NFOകൾ ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള എല്ലാ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ
നമ്മുടെ ജനറലായിട്ടുള്ള റൂൾ അനുസരിച്ചിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ 5 മുതൽ 10 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ പർട്ടിക്കുലർ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് നിക്ഷേപം നടത്തുവാൻ പോകുന്നത് ഇന്ന് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 500 സെക്യൂരിറ്റികളിലാണ്. ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഏകദേശം 92% വരുന്ന കമ്പനികളിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുവാനുമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 50% ലാർജ് ക്യാപ് കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നത് കാരണം മറ്റുള്ള ഇൻഡെക്സ് ഫണ്ടുകളെ അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ റിസ്കിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷനെ ബേസ് ചെയ്തിട്ട് ഈ ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ കൂടുകയും കുറയുകയും മാർക്കറ്റിനൊപ്പം മൂവ് ചെയ്യുകയും ചെയ്യാം. ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഇൻവെസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ 7 മുതൽ 10 വർഷം വരെയും നിക്ഷേപം ഹോൾഡ് ചെയ്യുവാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് ഈ ഫണ്ടിലെ നിക്ഷേപം നടത്തുന്നതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. ഇതൊരു ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ടാണ്. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ സെക്ടറുകളിലും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ സർവീസിലാണ് ഏകദേശം 26%, ക്യാപിറ്റൽ ഗുഡ്സിൽ 9%, ഇൻഫർമേഷൻ ടെക്നോളജി, ഓട്ടോമൊബൈൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, കൺസ്യൂമർ സർവീസസ്, മെറ്റൽ ആൻഡ് മൈനിങ്, കെമിക്കൽസ്, പവർ, കൺസ്ട്രക്ഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്, റിയാലിറ്റി, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ടെക്സ്റ്റൈൽസ്, മീഡിയ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് പബ്ലിക്കേഷൻസ് എന്നിങ്ങനെ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒട്ടനവധി കമ്പനികളിലാണ് ഈ ഫണ്ട് നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഈ ഫണ്ട് നിക്ഷേപം നടത്തുവാൻ പോകുന്ന 10 ടോപ്പ് കമ്പനികളാണ് HDFC ബാങ്കിൽ ഏകദേശം 4.79%, റിലയൻസ് ഇൻഡസ്ട്രീസിൽ 4%, ICICI ബാങ്കിൽ 2.14%, അതേപോലെ തന്നെ ഇൻഫോസിസ്, L&T, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ITC ലിമിറ്റഡ്, ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പ് 10 കമ്പനീസ്. ഈ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൻ്റെ ലാസ്റ്റ് 1 ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ 1 ഇയർ റിട്ടേൺസ് ഏകദേശം 45.81%, 5 ഇയർ റിട്ടേൺസ് ഏകദേശം 22.89%, സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺസ് ഏകദേശം 16.93%. മറ്റുള്ള ഇക്വിറ്റി ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഫണ്ടും അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ബെഞ്ച് മാർക്ക് ഇൻഡെക്സും റിസർവ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. സാധാരണ ഒരു ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിസ്ക്കുകളും ഈ പർട്ടിക്കുലർ ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിലുമുണ്ട്. ഇത് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള നിക്ഷേപമാണ്. അപ്പോൾ നിങ്ങൾ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള വ്യക്തികളാണോ എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ എല്ലാ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ പോലെ തന്നെ ഈ ഫണ്ടിലുമുള്ള നിക്ഷേപം ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപമാണ്. ഷോർട്ട് ടൈമിലേക്ക് നിക്ഷേപം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്താതിരിക്കുക. ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് 500 കമ്പനികൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ പെടുന്ന 500 കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത്. ഇതൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല. HDFC നിഫ്റ്റി 500 മൾട്ടി ക്യാപ് 50:25:25 എന്ന പേരിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് കൺസിഡർ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. അല്ല എങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.